ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഇന്ന് കോടതി പറഞ്ഞത് ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു വലിയ കുറ്റകൃത്യമാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ കോടതി പറയുന്നുണ്ട് ഈ ഉന്നതരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അഡ്വക്കേറ്റ് വിജയകുമാർ, കെ പി ശങ്കർദാസ്, ഈ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇവരും കൂടി പ്രതിപട്ടികയിലേക്ക്, ഈ വലയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ഇത്ര ദിവസമായിട്ടും ഇവർ രണ്ടുപേരും ഈ വലയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ആരെയാണ് ഇക്കാര്യത്തിൽ സംരക്ഷിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. ചില ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള കൃത്യമായ ഒരു നിർദ്ദേശം അത് ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് SITക്ക് മേൽ വന്നിട്ടുണ്ട്. SITയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില നീക്കങ്ങൾ ഭരണതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായും സംശയിച്ചുകൂടെ? തീർച്ചയായും. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന ആ നിർവചനത്തിൽ 3 അംഗങ്ങളാണുള്ളത്. പ്രസിഡൻറ്റും 2 മെമ്പർമാരും. ഒരാൾക്കും പ്രത്യേക അധികാരങ്ങളില്ല. 3 പേരൂടെ ചേർന്നാണ് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതിന് ബോർഡ് മീറ്റിങ്ങിനൊരു ബൈലയുണ്ട്. ഈ ബൈല അനുസരിച്ച് അതിൽ അജണ്ടയിൽ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. അത് പ്രസിഡൻറ്റും ഓരോ അംഗങ്ങളും അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അത് കണ്ട് തീരുമാനം എഴുതുന്നു. അവിടെ ഈ മെമ്പർമാർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അസെൻഡ് ചെയ്യാം, ഡിസെൻഡ് ചെയ്യാം. അപ്പോൾ ഈ തീരുമാനത്തോട് ആരും ഡിസെൻഡ് ചെയ്തതായി രേഖകളിൽ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീ പത്മകുമാർ സാറിൻ്റെ പേരിലുള്ള എല്ലാ ചാർജുകളും അതേ ഗ്രാവിറ്റിയിൽ അതേ പ്രാധാന്യത്തോടെ അന്നത്തെ 2 മെമ്പർമാരിലും ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിപ്പോൾ ഇന്ന് ആ ജാമ്യ ഹർജികൾ കേട്ട സിംഗിൾ ജഡ്ജ് അദ്ദേഹം ഇന്നലെ അത് ആ കേസ് അവിടെ ഫയൽ ചെയ്ത സമയത്ത് മെനഞ്ഞാന്നോ 2 ദിവസം മുമ്പാണ്. അന്ന് ഇവർ പറഞ്ഞത് ഇവിടെ ഇതിനൊന്നും അടിസ്ഥാന രേഖകളില്ലെന്നാണ് കോടതി. അപ്പം അന്നേ ഈ ആദരണീയ ആ ബെഞ്ച് അന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കേസ് തീർന്നല്ലോ, ആളുകളെല്ലാം ആശ്വസിച്ചു കേസ് തീർന്നത്. ഇന്ന് താണ്ട് ഇത് ബോംബ് പോലെ ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം വിളിച്ച് പറയാനായിരിക്കാം ഇന്ന് ഇത്രയും 2 ദിവസം വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സാർ, അതിനിടയിൽ ഒരു സംശയം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. അങ്ങ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നല്ലോ. ഈ 98-ൽ വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ സ്വർണത്തിന്റെ കണക്ക്, അതിന്റെ രേഖകൾ ദേവസ്വം ബോർഡിൽ യഥാർത്ഥത്തിൽ ഉണ്ടോ? അത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണോ ഈ വാസുവിന്റെ ഇത്തരത്തിലൊരു നിലപാടുണ്ടായത്? കട്ടിലപ്പാളിയിൽ സ്വർണം പൂശി സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവില്ല, രേഖയില്ല എന്ന് പറയുമ്പോൾ ആ രേഖ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇപ്പോൾ? നീലിമേ, അത് നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ട, കയ്യിപ്പുണ്ണിന് കണ്ണാടി വേണ്ടല്ലോ. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം കൂടുതൽ അന്വേഷിക്കേണ്ട കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സിവിൽ ബോഡിയായ വിജിലൻസ് വിഭാഗം അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലും അതിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് SIT അന്വേഷിച്ച രണ്ടാമത്തെ ഫയൽ ചെയ്ത ഫയൽ റിപ്പോർട്ടിൽ ഈ 30.291 കിലോ സ്വർണം അത് ശ്രീകോവിലിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ചേർത്ത് നിന്നൊരു ടേബിൾ സഹിതം കോടതി സമർപ്പിക്കുകയും കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ 2ാമത്തെ ജഡ്ജ്മെൻറ്റിൽ അത് എക്സിബിറ്റ് ചെയ്ത് ഓർഡർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് അത്. അപ്പോൾ അതില്ലെന്നൊക്കെ ഇനി പോയി പറയുക, അവിടെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് മറുപടി പറയാൻ പറ്റും? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് 1998 ആരംഭിച്ച് 99 പ്രവൃത്തി ആരംഭിച്ചത്. അന്ന് ബോർഡുമായി ചർച്ച ചെയ്ത് അന്ന് UV ഗ്രൂപ്പിൻ്റെ ഒരു ഓഡിറ്റർ, ചീഫ് ഓഡിറ്ററാണെന്ന് UV ഗ്രൂപ്പിന് വേണ്ടി ബോർഡുമായി ചർച്ച ചെയ്തത്. അന്ന് ബോർഡ് തീരുമാനമെടുത്തത് ആ ഉഭയസമ്മതപ്രകാരം ദേവസ്വം ബോർഡിന് വേണ്ടി അന്നത്തെ ചീഫ് എഞ്ചിനീയറും ഈ UV ഗ്രൂപ്പിന് വേണ്ടി അന്നത്തെ ഈ അവരുടെ ചീഫ് ഓഡിറ്റ് ഓഫീസറുമാണ് ഒപ്പിട്ടത്. ആ ഫയലും അവിടെ ദൈനംദിനം നടത്തിയ കർമ്മങ്ങളും അത് അവസാനം അവരത് സമർപ്പിച്ച ഇൻവെൻട്രിയും ഒക്കെ അടങ്ങുന്ന ഫയലുകൾ SITയുടെ കയ്യിലുണ്ട്. അത് ഇവിടെ അഥവാ ഈ ഇന്നലെ ഇവിടുത്തെ ചീഫ് ഓഫീസർമാർ പലരും പറയുന്ന രീതിയിൽ അതിവിടെ ഇല്ല, രേഖയില്ലെങ്കിൽ അത് അവരുടെ പേരിൽ ഒരു പുതിയ ചാർജ് കൂടെ വരുത്തും. കാരണം ഒരു കമ്പനി 1999 ഇത്രയും സ്വർണം അവിടെ നടക്കി സമർപ്പിച്ചപ്പോൾ
ആ ദേവൻ്റെ ധനം സ്വീകരിച്ചുകൊണ്ട് അത് യഥാവിധിയുള്ള രേഖകളിൽ ഉൾപ്പെടുത്താതിരുന്നാൽ ആ ഉൾപ്പെടുത്താതിരുന്നതിനുള്ള കുറ്റവും കൂടി ഇതിൻ്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥൻ്റെ പുറത്ത് ഒരു കുറ്റവും കൂടെ വരും. അതാണ് അവരിപ്പോൾ പോയി പറയുന്നത്. സ്വയം കൃതാനർത്ഥമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ അതിൻ്റെ ഫലമായിരിക്കും ഇന്നത്തെ ഈ ജഡ്ജ്മെൻറ്റിൽ വന്ന ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു അപകടം അവിടെ നടന്നു. അത് വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിലും ഭാരതത്തിലാകമാനമുള്ള ഭക്തന്മാർക്കും പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വൈകിയ വേളയിലും ഇതിപ്പോൾ 21 വർഷത്തെ 25 ഏതാണ്ട് ഇപ്പോൾ 10-25 വർഷത്തെ ആ ചരിത്രം പരിശോധിക്കണം. കോടതി തന്നെ അവസാനത്തെ ഉത്തരവ് 2014 മുതലുള്ളതെങ്കിലും പരിശോധിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും. അതുപോലെ തന്നെ 76 വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഈ രീതിയിൽ സർക്കാരുകൾ നിയമിച്ച ബോർഡുകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാലത്തൊക്കെ ഇനിയും ഈ സ്ഥാപനത്തിനുണ്ടായ ഇത്തരം നാശങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു? വളരെ ഗൗരവമായ ചർച്ച സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടത്തേണ്ട കാലം വാസ്തവത്തിൽ അത് കാലം കടന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര കണ്ട് കുഴപ്പങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ നിയമനങ്ങളിൽ, ഈ സ്ഥാപനത്തിൻ്റെ സ്വത്തുകളിൽ, അവയുടെ സംരക്ഷണത്തിൽ അത്ര കണ്ട അപാകതകൾ പല സ്ഥലത്തും കടന്നുകൊണ്ടിട്ടുണ്ട്. ഇന്നലെ മെനിഞ്ഞാന്ന് തന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്തൊരു ന്യൂസുണ്ട്. പ്രധാനപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട, കേരളത്തിലെ ഹിന്ദു ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. കാരണം നാഷണൽ ഹൈവേ 66 വേണ്ടി ഏറ്റെടുത്ത കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലുള്ള നമ്മുടെ പല മഹാക്ഷേത്രങ്ങളുടെയും വെട്ടിപ്പൊളിച്ച കാണിക്കപ്പെട്ടികളുടെയും മതിലുകളുടെയും ഗോപുരങ്ങളുടെയും ആനക്കൊട്ടിലുകളുടെയും ചിത്രം അവിടെ പോയി എടുക്കാം. അത് ഇന്നും അനാഥമായത് തിരിച്ച് കെട്ടാതെ വിട്ടേക്കുക. ആ പണം വാങ്ങിച്ചെടുത്ത ആരാ? റവന്യൂ അധികാരികൾ. 2023 ഒരു തെറ്റായ ഉത്തരവ്, ഒരു തെറ്റായ ഉത്തരവ് സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു നടപടി കൂടി ഇതിൽ ഉണ്ടായിരിക്കും.